എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. എന്താണ് മത്സരത്തിന്റെ അജണ്ട? ഇന്നലെ പറഞ്ഞാണ് ഹിന്ദി. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കീഴ് എപ്പിസോഡ് തരാൻ നേരത്ത് ഒരു ഹിന്ദി കിട്ടൂല. ഞാനൊരു കാര്യം പറയാം. പക്ഷെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ട് അത് കിട്ടിയിട്ടില്ല. ഇന്നലെയും കിട്ടില്ല. ഇന്ന് കിട്ടുമോ? ഇന്ന് കിട്ടുമോ ആർക്കറിയാതെ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഹിന്ദി എങ്കിൽ ഹിന്ദി. ഇതെന്താ ഇങ്ങനെ മെല്ലെ പേടിച്ചിട്ട് വിളിക്കാത്ത ടോസ് കിട്ടുന്നില്ല. അതുകൊണ്ടാ. ഇനിയിപ്പം പതുക്കെ വിളിച്ചാലെങ്ങനെ കിട്ടുമെന്ന്. ഓക്കെ, ഫസ്റ്റ് വൺ. പണി 2. എന്താണ് പണി 2? പണി 2 അതായത് ജോജു ജോർജ് സംവിധാനം ചെയ്ത സിനിമയാണ് പണി. അതിൻ്റെ രണ്ടാം ഭാഗം വരുന്നു. ജോജു തന്നെയാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. സിനിമ തുടങ്ങാൻ പോവുകയാണ്. ഡിസംബറിലോ അല്ലെങ്കിൽ ജനുവരിയിലോ അതിൻ്റെ ഷൂട്ട് തുടങ്ങുമെന്നുള്ളത് ആൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡിസംബർ അല്ലെങ്കിൽ ജനുവരി. ഇതിന് ടിക്കറ്റ് എടുക്കുന്ന കാര്യം ഓർക്കുമ്പോളാ. അന്ന് ടിക്കറ്റ് ചീച്ചിട്ട് പോലെ ചേട്ടാ ഒരു പണി. ചേട്ടാ 2 പണിന്ന്. 2 പണിക്ക് എത്രയാണ് അല്ലേ? അങ്ങനെയല്ലേ? അതെ. അയ്യോ. അടുത്ത് സിതാരെ സമീൻ പാർ. ശരി, അങ്ങനെയുണ്ട്. ഇന്നലെ കിട്ടാത്തത് ഇപ്പൊ കിട്ടിയില്ലേ? ഇപ്പൊ കിട്ടിയാത്ത 1-0. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആൻഡ് റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ജൂൺ 20 കേട്ടോ. അത് അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കൺഫേം ആക്കി. ആമിർ ഖാൻ നായകനാവുന്ന സിനിമയാണ് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി റൈഡ് 2. ഇതിപ്പോ എല്ലാം കൂടെ ഒരുമിച്ചാണ്. ഒരെണ്ണം വരാതെ സിനിമ എല്ലാം കൂടി ഒരുമിച്ച്. ഇന്നലെ ആണെങ്കിൽ ഒന്നുമില്ല. റൈഡ് 2 100 കോടി കംപ്ലീറ്റ് ചെയ്തു. ഒരു ആശ്വാസം, ബോളിവുഡിന് ഒരു ആശ്വാസം അല്ലേ? ബോളിവുഡിന് മറ്റേ ചാവൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അജയ് ദേവഗൻ കുറച്ചൊക്കെ ഒരു സമാധാനം കൊടുക്കുന്ന അല്ല. ആളുടെ സിനിമകളൊക്കെ ഏകദേശം 100 കോടിയൊക്കെ എത്തും. അതിനകത്ത് കില്ലാടിയാണ് മൊത്തത്തിന് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പടമൊക്കെ വൻ പടങ്ങളിറക്കുക. കില്ലാടി ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെയാണോ? കില്ലാടിന്റെ ഐറ്റംസ് ആണല്ലോ നമ്മുടെ എംപുരാനില് പൃഥ്വിരാജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര അത്ഭുതം. അത് ഭയങ്കര ഫ്രണ്ട്സ് അല്ലടാ, അപ്പൊ അതുകൊണ്ട് അതേ മൈൻഡ് തന്നെയാണ് പൃഥ്വിരാജിന്. അതാണ് മറ്റേ ഏതാണ് ബഡാമിയ ചോട്ടാമിയ. അതില് പോയിട്ട് ആലോചിച്ച് കൊടുത്തത്. അതാണ് സൂപ്പറാന്ന് എഴുതിണ്ടാവും. അടുത്തത് ഐ ആം ഗെയിം. പാർത്ഥ് തിവാരി ഓൺ ബോർഡ് ആയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു കില്ലിലെ വില്ലനാണ്. അതെ അതെ, വരും. നായകന് ജയിക്കാൻ കഴിയാത്ത വില്ലൻ കില്ലില് അല്ലേ? നായകൻ അത്രയും ശക്തനായിട്ടും ആ വില്ലനെ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ്. ഓക്കെ, അടുത്ത കിഴി ഉണ്ണി മുകുന്ദൻ. ഗോകുലം മൂവീസ് മൂവി. യെസ്. അപ്പോൾ ഈ സിനിമയുടെ സംവിധായകൻ അത് ഉണ്ണി മുകുന്ദനാണ്. അത് ഇന്നലെയാണ് തോന്നുന്നത്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് രാവിലെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് സംവിധാനം ചെയ്യുന്നത് ഉണ്ണി മുകുന്ദനാണെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത്. അത് ആൾ തന്നെ ഇത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് മിഥുൻ മാനുവൽ തോമസ്. ഇതൊരു സൂപ്പർ ഹീറോ മൂവിയാണെന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. ആള് സൂപ്പർമാന്റെ മുടിഞ്ഞ ആരാധകനാണ് ഉണ്ണി മുകുന്ദൻ. അതെ അതെ. അപ്പം ആ ഒരു വകുപ്പിലുള്ള ഒരു സൂപ്പർ ഹീറോനെ കാണാം. സൂപ്പർമാൻ്റെ മാത്രമല്ല, ആളുടെ വീട്ടിൽ മൊത്തം സൂപ്പർ ഹീറോസാ. അതൊരു സത്യം. പക്ഷെ ഭയങ്കരമായിട്ട് സൂപ്പർമാനാണ്. ആളിടുന്ന ടീഷർട്ടിൽ സൂപ്പർമാൻ്റെ ആയിരിക്കും. അങ്ങനെ ഭയങ്കര സൂപ്പർമാൻ അഡിക്റ്റ് ആണ്. എന്തായാലും സൂപ്പർമാൻ വരില്ലല്ലോ. സൂപ്പർമാൻ വരൂല. സൂപ്പർമാൻ ജൂനിയർ സൂപ്പർമാനെ നോക്കാം. അടുത്തത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. സിനിമയുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് മെയ് 23-ലേക്ക്. മെയ് 16 ആയിരുന്നു ആദ്യം ഇവർ പ്രഖ്യാപിച്ച ഡേറ്റ്. അത് മാറ്റിയിട്ട് മെയ് 23. ഓക്കെ, എന്താടാ കൊള്ളാം പോന്നു. ഞാൻ പറയുന്നുണ്ട്, പക്ഷേ അതൊരു കുറച്ച് വീഴുന്നുണ്ടല്ലേ കുറച്ച് നാളായിട്ട്. ഓക്കെ, ആവശ്യം വരുന്ന സമയത്ത് സ്വർണ്ണൊന്നും വെറും വെള്ളി. ഓക്കെ, അടുത്ത കിഴി നരി വേട്ട. ടോബിനോ തോമസ് നായകനാവുന്ന സിനിമയാണ്. സുരാജ് വെഞ്ഞാറമൂടും പിന്നെ ചേരനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ റിലീസ് ഡേറ്റ് മിക്കവാറും 16-ാം തീയതി, മെയ് 16-ാം തീയതി. 15 എന്നുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മെയ് 16 എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കിട്ടിയിരിക്കുന്ന ന്യൂസ്. ഏതെങ്കിലും ഒരു ഡേറ്റ് ഉറപ്പിക്കടേ. ഇവരെന്ത് ഇത്ര ദിവസമായിട്ടും പുറത്തു പറയാത്ത ഡേറ്റ് കാര്യമുണ്ടോ? അടുത്തത് ഹൃദയപൂർവ്വം. സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ പുറത്തു വന്നിട്ടുണ്ട്. കാണാം.
ഓക്കെ ഓക്കെടാ. അടുത്ത കിഴി ജയസൂര്യ വിനായകൻ മൂവി. മിഥുൻ മാനുവലിൻ്റെ പ്രസൻസിൽ വരുന്ന സിനിമയാണ്. സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽസ് ജയസൂര്യ പങ്കുവച്ചിട്ടുണ്ട്. പ്രിൻസ് ജോയ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. യെസ്. എന്തായാലും രാത്രിയിലാണ് ഷൂട്ട് നടക്കുന്നത്. രണ്ടുപേരും എന്തായാലും രാത്രിയിലാണ് ഷൂട്ട് നടക്കുന്നത്. ഓക്കെ, കൊള്ളാം. അടുത്തത് അത് ഞങ്ങൾക്ക് കാണാം. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട്, ഇത് നൈറ്റാണ്. അടുത്തത് ജിത്തു മാധവൻ ഫഫ മൂവി. അത് മിക്കവാറും ആവേശമല്ലല്ലോ അല്ലേ? ആവേശം അല്ലാത്തൊരു സാധനം വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അതാണ്. എന്തായാലും ലാലേട്ടൻ ജിത്തു മാധവൻ മൂവി കുറച്ച് പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പിൽ ചെയ്യുന്ന സിനിമയായിരിക്കും. എന്നാണോ പൈസ കുറക്കുന്നത് അന്ന് സിനിമ സംഭവിക്കും. അത് സത്യം. ജിത്തു മാധവന്റെ അങ്ങനെയൊക്കെ ചെയ്യാവുന്നല്ലേ. അടുത്ത കിഴി ഛോട്ടാ മുംബൈ. മെയ് 21 ഛോട്ടാ മുംബൈ റിലീസിനെത്തുന്നു. അതിന്റെ ഒഫീഷ്യൽ ലുക്ക്, ഒരു പോസ്റ്റർ നമ്മുടെ ലാലേട്ടൻ പങ്കുവച്ചിട്ടുണ്ട്. പുതിയ പോസ്റ്റർ അല്ലേ? തല അടിപൊളി. കാണാമോണ്ടേ? പിന്നെ ഉണ്ടാവേണ്ടതാണ്. ഇപ്പത്തെ ഒരു ലെവൽ വെച്ചിട്ട് ഫാൻസുകാർ എല്ലാം അല്ലെങ്കിലും അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും വന്നിട്ടില്ലല്ലോ. ഏതായിരുന്നു നമ്മുടെ ദേവദൂതൻ? അത് ആദ്യത്തെ 2 ദിവസമല്ലേ വരാത്തുള്ളൂ, അതിന് ശേഷം ഇപ്പൊ 21-ാം തീയതി വരാണ്ട് 25-ാം തീയതി വന്നിട്ട് എന്ത് കാര്യമുള്ളൂ? 21-ന് വരുന്നു, 21-ന് കാണണം. പിന്നെ അങ്ങനെയാണ്. പിന്നെ അല്ല, അതല്ലേ വേണ്ടത്. കണ്ടു, അതായത് നമ്മള് സ്പടികം കണ്ടു, പിന്നെ മണിച്ചിത്രത്താഴ് കണ്ടു. അത് തന്നെ ലാലേട്ടൻ നമ്മൾ വന്നിട്ടുള്ളൂ. ഇത് വന്നിട്ട് നമ്മൾ കണ്ടില്ലല്ലോ, ദേവദൂതൻ കണ്ടിട്ടില്ല. ഓക്കെ, ഗുരു ഇറക്കി വിട്ടേ അല്ലേ? ഗുരു ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഗുരു പ്രിന്റ് ഉണ്ടെങ്കിലും അതിന്റെയൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ആൾക്കാരുള്ള, അല്ല മറ്റുള്ള എല്ലാ പ്രേക്ഷകരും എത്തി വന്ന് കാണൂല. അതാണ് അതിന്റെ പ്രോബ്ലം. അല്ല, എനിക്കും ഫേവറേറ്റ് തന്നെയാണ് സിനിമ. പിന്നെ ഗുരുവിനൊക്കെ പക്ഷെ അതായത് ഈ കൊമേഴ്ഷ്യൽ ഒരു സാധനത്തിലേക്ക് എത്തൂലാത്തതുകൊണ്ട്. ഓക്കെ, അടുത്തത് നെസ്ലൻ ഡിജോ ജോസ് ആന്റണി മൂവി. പള്ളിച്ചട്ടമ്പിക്ക് ശേഷം നെസ്ലനെ വെച്ചിട്ടായിരിക്കും ആള് സിനിമ ചെയ്യുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫൻ ആയിരിക്കും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക. അടുത്ത കിഴി. എന്തായാലും ഒരുപാട് സിനിമകൾ നെസ്ലൻ കൈവിട്ടു, ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രചരണം നടക്കുന്നുണ്ട്. ശരിക്കും ആളുടെ ഇമേജിനെ ഇല്ലാതാക്കാൻ മനഃപൂർവ്വം കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് ഇതൊക്കെ ഒരു സൈഡിൽ നിന്ന് പോലും ആളുടെ ഭാഗത്തുനിന്ന് പോലും അതിന്റെ ഒരു ഇത് വന്നിട്ടില്ല കേട്ടോ. വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണോ എന്നൊരു സംശയം. അല്ല, പ്രേമലൊക്കെ വിടുവോ? അതിപ്പോ ഏത് സ്ക്രിപ്റ്റ് ആണെങ്കിലും ആ സിനിമയ്ക്ക് അതിൻ്റെതായ ഒരു വലിപ്പമുണ്ട്. സ്ക്രിപ്റ്റ് നന്നാവരുതെന്നല്ല കേട്ടോ, സ്ക്രിപ്റ്റ് നല്ലതായിരിക്കണം, അത് വേറെ സത്യം. ഓക്കെ, പക്ഷെ ഗിരീഷ് ഷെഡിയൊക്കെ ഈ ലെവലിൽ വളർത്തിയത് നസ്ലനെ പിന്നെ അതൊക്കെ ഒഴിവാക്കുവോ? എനിക്ക് തോന്നുന്നില്ല, ചുമ്മാ പറയുന്നതായിരിക്കും. ഓക്കെ, അടുത്ത കിഴി. ഫ്ലാസ്ക് സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ. കൺവിൻസിംഗ് സ്റ്റാർ രാഹുൽ റുജി നായരാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. സിദ്ധാർത്ഥ് ഭരതനും സൈജു കുറുപ്പാണ് നായകൻ. പോലീസുകാരനാണ്. എപ്പോഴും ഒരു ഫ്ലാസ്ക് കയ്യിലുണ്ട്, എന്തോ സംഭവം ഉണ്ട്. ആൾക്ക് ചിലപ്പോ വല്ല ചുക്ക് കാപ്പി കുടിക്കേണ്ട അവസ്ഥ ഉണ്ടോ പറയാൻ പറ്റൂല. ആള് വലിയ പാട്ടുകാരനൊക്കെ അല്ലേ, ഏതോ ഒരു സാധനത്തിൽ അതിന് തൊണ്ടയ്ക്ക് അതായിരിക്കാം. അടുത്തത് രാമായണ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റിന്റെ സെൻസർ, അത് വീഡിയോ ആണ്. ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ ആണ്. അതിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഡ്യൂറേഷൻ 2 മിനിറ്റും 36 സെക്കൻഡ്. സർട്ടിഫിക്കറ്റ് ആണ്. നമ്മുടെ മുത്തുമണിയുണ്ട് കേട്ടോ, സായി പല്ലവി. യെസ്, അറിഞ്ഞെടുത്തല്ലടാ, തൂക്കി നോക്കി എന്താണെങ്കിലും 2-1 എത്തിച്ചില്ലടാ. എന്തോ കളി നടക്കുന്നുണ്ടോന്ന് സംശയമുണ്ട്. നീ പഴയ ഒരു എന്തോ ഒരു മാർക്ക് ഇടുന്നവരുടെ. അടുത്ത കിഴി. തുടരും സിനിമയുടെ കേരള ഗ്രോസ് ഇതുവരെ 70 കോടി പിന്നിട്ടിട്ടുണ്ട് കേട്ടോ. 3 സിനിമകളാണ് ആളുടേത് 70 കോടി പിന്നിട്ടിട്ടുള്ളത് കേട്ടോ. ഒന്ന് പുലിമുരുകൻ, ഒന്ന് എമ്പുരാൻ, മറ്റൊന്ന് ഇപ്പോൾ തുടരും. യെസ്, ഇത് ഇൻഡസ്ട്രി അടിക്കാൻ 19 കോടിയും കൂടി കേരളയിൽ നിന്ന് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
19 കോടിയും കൂടി കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടോ. 4 ദിവസം 4 ദിവസം മതി, തൂക്കിയിരിക്കും. 4 ദിവസം 4 ദിവസത്തിലേക്കൊന്നും പോണ്ട. ഇത് ഇന്നത്തെ ദിവസത്തെ കൊണ്ട് വരുമ്പോ തന്നെ 74-75 അടുത്തെത്തും. 75 അടുത്ത് എന്തായാലും എത്തൂലേ? അല്ല ഇപ്പൊ കുറച്ച് ഇപ്പൊ 4, 3.5, 4ന്റെ ഉള്ളിലാണ് കിട്ടുന്നത്. അതാ പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും 75 അടുത്തോട്ട് എത്തും. അതെ, ഒരു 4 ദിവസം 4.25 ദിവസം. പിന്നെ 5 തേച്ചാ പോരെ. ഇതിന് മുക്കാലം പറയുന്നത് 5 ദിവസം വേണ്ടി വന്നു വരില്ലേ? ഏതായാലും കൊള്ളാം. 5 വേണ്ട, 4 ദിവസം കൊണ്ട് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കും. പോസ്റ്റർ റെഡി ആക്കിക്കോ. പോസ്റ്റർ എന്തായാലും റെഡി അതാണ്. വിടുന്നു എന്തായാലും രജപുത്ര അടിച്ചു കഴിഞ്ഞിട്ടേ വിട്ടുള്ളൂ. അതൊരു സത്യം. എന്താണെങ്കിലും അതിലൊരു ആശ്വാസം ഉണ്ട്. അതായത് നമ്മളാണ് അല്ലെങ്കിൽ നാണം കിടുന്നത്. ആ ഒരു നാണക്കേട് നമുക്ക് വരുന്നില്ല. പ്രേക്ഷകർ അതായത് ഇതിനു വേണ്ടി ഇപ്പോൾ ഒരു വിഭാഗം അതിനെ എതിർക്കാനും ഒരു വിഭാഗം അതിനെ ന്യായീകരിക്കാനും വേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടല്ലോ. അത് എന്തിനാ ഉണ്ടാക്കുന്നത്? അതാണ് അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ആർക്കെങ്കിലും തുടരുവിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും എതിരെ പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഇതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ടോ? കാരണം എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും കിട്ടും ഈ സാധനം. അതാണ്, അവർക്ക് പറയുന്നത് കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരും അതിന് എതിരഭിപ്രായം പറയില്ല. അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഇനിയിപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും കിഴി എപ്പിസോഡ് അതാണ്, അത് അടിക്കും. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. എന്താണെങ്കിലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. വീണ്ടും തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വിശേഷങ്ങളുമായിട്ട് അങ്ങോട്ട് ഞാൻ എന്തിനാ അവരോട് പറയുന്നത്? കേട്ടോ, നിന്നോട് പറഞ്ഞത് വീണ്ടും തൂക്കിയിട്ടുണ്ടെന്ന്. ഇത്ര ദിവസമായി ഒന്ന് കൂട്ടി തൊട്ടിട്ട് ഇത്ര ദിവസമായി. 3 ദിവസം കഴിഞ്ഞു. 3 അല്ല 4 ദിവസം. ഇന്നലെ സമനിലയായിരുന്നു. എനിക്ക് ഈ സാധനം എന്തോ ഓർമ്മയെന്നറിയോ? അതായത് ഗാദികനല്ല കലാകാരനല്ല ഞാൻ, ആ പടമായിരുന്നു നമ്മുടെ ജയറാമും മനസ്സിലായി പ്രേംകുമാറും പുതുക്കോട്ടയിലെ പുതുമണവാളൻ. അതിൽ ലാസ്റ്റ് ക്ലൈമാക്സ് സീന്, അതിൽ നമ്മുടെ വില്ലൻ പറയാണ് ഇതൊന്നും വിശ്വസിക്കരുത്, ഇതെല്ലാം കള്ളാണ് എന്ന് പറഞ്ഞു കൊടുക്കണം വക്കീല് ആരോട്? ജനാർദ്ദനോട്. അപ്പോൾ ജനാർദ്ദൻ ആണോ അതിന് മുമ്പിടുന്ന ആ സാധനമല്ല, അത് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അതെനിക്ക് ഓർമ്മ വന്നു. അതിനനുസരിച്ചുള്ള സാധനം ഞാൻ ഓക്കെ, അത് കുഴപ്പമില്ല. അത് അങ്ങനെ കിടന്നോട്ടെ. ഓർമ്മ വെക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ എന്തായാലും എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. കലാകാരനല്ല ഞാൻ, കേവലം നീയൊരു ഭ്രാന്തനാണ്. നീ എന്നാ ഞാൻ പറഞ്ഞത്, ഞാനെന്നല്ല. നീ